മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം ഇറങ്ങിയത്. നിരവധി വിമർശനങ്ങളാണ് ചിത്രത്തിനെതിരെ ഒരു കൂട്ടം ആൾക്കാർ പടച്ചുവിട്ടതും. ഫസ്റ്റ് ഷോ കഴിഞ്ഞ മുതൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ലിജു ജോസ് പല്ലിശ്ശേരിയും എത്തുകയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ്. ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ എല്ലാവരും ഒരാളുടെ അഭിപ്രായത്തിന് പുറകെയിലാണ് സഞ്ചരിക്കുന്നത്. സ്വന്തമായി അഭിപ്രായം പോലും ഇല്ലാതെയാണ് അവർ ഈ പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. ആർക്കും സ്വന്തം വ്യക്തിത്വം ഇല്ലാത്ത രീതിയിലേക്ക് പെരുമാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്കും പറയാം. സിനിമകൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത ലിജു ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനും മലയാളത്തിന്റെ മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പ്രഖ്യാപനം മുതൽ തന്നെ വലിയ ഹൈപ്പ് സൃഷ്ടിച്ച ചിത്രം കൂടിയാണ് വാലിബൻ. താരസമ്പന്നമായ ചിത്രത്തിൽ ഹരീഷ് പേരടിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുകയും ചെയ്തു. മോഹൻലാലിനൊപ്പം തന്നെ ഗംഭീര പെർഫോമൻസ് ആണ് ഹരീഷ് പേരടി ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ഒരവസരത്തിൽ മോഹൻലാലിനെ പോലും മാറ്റി നിർത്തി ഗംഭീര പെർഫോമൻസ് ഹരീഷ് പേരടി കാഴ്ചവെച്ചു എന്ന് പറയാം. മോഹൻലാലിനൊപ്പം മുഴുനീള കഥാപാത്രമായി എത്തുന്ന ഹരീഷ് പേരടി മോഹൻലാലിനെ കുറിച്ച് പറയുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. രാവിലെ എഴുന്നേൽക്കാൻ മടി കാണിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരുമെന്നും എന്നാൽ മോഹൻലാൽ വാലിബനായി മാറാൻ ശരീരത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ഹരീഷ് പേരടി പറയുകയാണ്. മോഹൻലാലിന് ഇനി പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നും എന്നിട്ടും അദ്ദേഹം കഷ്ടപ്പെടുന്നത് കഥാപാത്രത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണെന്നും ഹരീഷ് പേരടി പറയുകയും ചെയ്തിരുന്നു. ലാലേട്ടൻ എന്നെക്കാളും പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ബോഡി അദ്ദേഹം മാറ്റിയെടുത്താണ് വാലിബനായി മാറിയത്. ഇതിനൊക്കെ വല്ലാത്ത മെനക്കേടുണ്ട്. രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേൽക്കാൻ തന്നെ മടി കാണിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? പൈസയൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നന്നായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതല്ല, അതിനപ്പുറം ആ കഥാപാത്രത്തോടുള്ള ആ കമ്മിറ്റ്മെന്റ് ആണത്. അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. അങ്ങനെ ഒരു വാലിബൻ ആയതുകൊണ്ടാണ് നമുക്കിത് ആസ്വദിക്കാനും പറ്റുന്നത്. ഹരീഷ് പേരടിയുടെ വാക്കുകളാണ് ഇങ്ങനെ എത്തിയത്. ഇത് വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുകയും ചെയ്തു എന്നതാണ് മറ്റൊരു കൗതുകം. ഈ അവസരത്തിലും ചർച്ചയാകുമ്പോൾ അതൊരു കൗതുകമായി മാറുന്നുണ്ട്.